ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 9 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനാ പരമ്പരയുടെ സമാപന ദിവസമാണിന്ന്. ഇന്ന് ഓശാന ഞായറാഴ്ച. കർത്താവ് രാജാവായി എഴുന്നള്ളിയ ആ പുണ്യദിനത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വലിയൊരു വിജയം ദൈവം നൽകാൻ പോവുകയാണ്. യോഹന്നാൻ 11:40 തിരുവചനം ഇങ്ങനെ പറയുന്നു: നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇന്നലെ കോഴിക്കോട്ടാശനിയിൽ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കും വരികയാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിൻ്റെ ഓശാന പാടാൻ ഈ 9-ാം ദിവസം കാരണമാകും. പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവമഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ദർശിക്കും. വിശ്വസിക്കുക. മത്തായി 21:9 തിരുവചനം ഇങ്ങനെ പറയുന്നു: ദാവീദിന്റെ പുത്രന് ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ജെറുസലേം നഗരം മുഴുവൻ കർത്താവിനെ രാജാവായി സ്വീകരിച്ചതുപോലെ ഈ 9 ദിവസത്തെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലും കർത്താവ് രാജാവായി വാഴട്ടെ. അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ നമുക്ക് പരാജയമില്ല. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, ഈ 9 ദിവസത്തെ പ്രാർത്ഥന ഇന്ന് സമാപിക്കുകയാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് അവൻ്റെ വീട്ടിൽ വിരുന്നു പോയ കർത്താവേ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ വീടുകളിലേക്കും വരണമേ. എൻ്റെ ജീവിതത്തിലെ മരിച്ചുപോയെന്ന് ഞാൻ കരുതിയ എല്ലാ പ്രതീക്ഷകളെയും അവിടുന്ന് ഇന്ന് ജീവിപ്പിക്കണമേ. എൻ്റെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിൻ്റെ വിരുന്ന് എൻ്റെ കുടുംബത്തിലും ഒരുക്കണമേ. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഈ വലിയ അനുഗ്രഹം നൽകുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. ഇന്നലെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും 3 തവണ നമ്മൾ ചൊല്ലണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ഇന്നലെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും 3 തവണ നമ്മൾ ചൊല്ലണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ഇന്നലെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും 3 തവണ നമ്മൾ ചൊല്ലണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയെ, നീ എനിക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, ഇപ്പോൾ എൻ്റെ ഈ വലിയ ആവശ്യ നേരത്ത് നമ്മളുടെ നിയോഗങ്ങൾ പറയുക. എൻ്റെ ഈ ആവശ്യം നമ്മുടെ പിതാവായ ദൈവം കാണത്തക്ക വിധം അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളുടെ മുന്നിൽ എൻ്റെ ആവശ്യമായിട്ടല്ല അങ്ങയുടെ ആവശ്യമായിട്ട് മാറുമല്ലോ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഈ 9 ദിവസത്തെ പ്രാർത്ഥന ഇന്ന് പൂർത്തിയാവുകയാണ്. നമ്മളിവിടെ നിരാശരാകുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കണം.
നമ്മളൊക്കെ സോപ്പും ജീപ്പും കണ്ണാടിയും മേടിക്കാൻ ദൈവത്തെ വിളിക്കരുത് ഒരിക്കലും. ദൈവത്തിൻ്റെ കൃപ, അതുപോലെ വചനം തീയാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമുക്ക് പൂർണ്ണമായിട്ട് കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെ എത്ര വലിയ സങ്കടങ്ങളായിക്കോട്ടെ, ദൈവത്തിന് ഒരു നിമിഷം മതി. ആ സങ്കടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. നിങ്ങൾ 9 ദിവസം പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി നമ്മളവിടെ പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്യേണ്ടേ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഇതിൽ പറഞ്ഞ ഓരോ വചനങ്ങളും, ആ വചനത്തിന് ഓരോ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്ന 34,300 സംതിങ് വചനങ്ങളുണ്ട്. ആ വചനത്തിന് ഓരോന്നിനും പവറുണ്ട്, അത്രയ്ക്ക് ശക്തിയുണ്ട്. അത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ല. ആ വചനമാണ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്. ആ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഒന്നിനെയും ഒരു അന്ധകാര ശക്തികളോ ഒരു തിന്മകളോ ബന്ധനങ്ങളോ നമ്മളിലോ നമ്മുടെ കുടുംബത്തിലോ കടന്നു വരില്ല. ആ തിന്മയെ എതിർത്ത് നിൽക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് വചനത്തിന്. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. 34,000 വചനമുള്ള ആ ബൈബിളിൽ ഒരു 50 വചനം പോലും നമ്മൾ കാണാതെ ഒരു ദിവസം നമ്മളെ കൊണ്ട് ചൊല്ലാൻ സാധിക്കുന്നില്ല. അപ്പോൾ ദൈവത്തെ നമ്മൾ എത്രയാ, ഒരു 100-ൽ 1% പോലും ദൈവവുമായിട്ടൊരു ആത്മബന്ധമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവവുമായിട്ട് എപ്പോഴും ഒരു ആത്മബന്ധം ഉണ്ടാവണം. ഒരു സുഹൃത്തിനോടെന്ന പോലെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, അതുപോലെ ദൈവമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവണം. നമ്മൾ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എല്ലാം ദൈവം നിൻ്റെ കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ആ കൃപ മാത്രം മതി നമുക്ക്. വീണ്ടും അടുത്ത ദിവസം തന്നെ 3-ാം വ്യാമത്തിൽ പ്രാർത്ഥന ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും ചാനലിൽ നമ്മളിടുന്നതാണ് വിശദമായിട്ട്. അത് 3-ാം വ്യാമത്തിലാണ്, രാത്രിയിലാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 9 ദിവസമാണ് പ്രാർത്ഥന. അപ്പോൾ ഇതുവരെ ഈ പ്രാർത്ഥനയോട് സഹകരിച്ച് ഇതിൽ പ്രാർത്ഥന ചെയ്ത് ഈ പ്രാർത്ഥന കേട്ട എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.